കൊന്നുകളയും എന്നുള്ള രീതിയിൽ വരെ വധഭീഷണി മുഴക്കി. റീസെൻ്റ്ലി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു ഭീഷണിയാണ് ഉണ്ടായത്. ധൈര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഒറ്റത്തവണയെ മരണം ഉണ്ടാവുള്ളൂ. വീടുകൾ ദിവസവും മരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്തായാലും അങ്ങനെ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പരാതി കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. പരാതി കൊടുത്താൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതി ഉന്നതനാണെങ്കിൽ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡായിട്ട് ഈ രീതിയിലേക്ക് ഇതേതാ എന്ത് ചെയ്യും. പെൺകുട്ടി മുറിയിൽ പോയാൽ ഇതിന് മാത്രമാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. കല്യാണം കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഒക്കെ പോകുന്നതാണ് അവിടെ പ്രശ്നം പറ്റുന്നത്. എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രത്തിലൂടെ തന്നെയാണ്. റിനി പറയുന്ന അഭിപ്രായങ്ങൾക്കൊരു വില കിട്ടണമെങ്കിൽ റിനി ഒരു ചുരിദാറോ അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകാവൂ എന്ന് ഈവൻ ഫ്രണ്ട്സും ഈവൻ റിലേറ്റീവ്സ് പോലും പറയുന്നുണ്ട്. പല പെൺകുട്ടികൾക്കും ഞാൻ കാരണം ഒരു രക്ഷ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ സ്വാഭാവികമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു ടങ് സ്ലിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയതാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിഫോർ മലയാളം. ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ശരിക്കും ഞാൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ പേര് പറഞ്ഞു തുടങ്ങാം. റിനി ആൻഡ് ജോർജ് ഒരു ആക്ട്രസ്സാണ്, ആങ്കറാണ്, ഡാൻസറാണ്, എല്ലാമാണ്. സോ വെൽക്കം ടു ബിഫോർ. താങ്ക് യു. എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ജേണി? കാരണം ഒരു ആക്ട്രസ്സാണ്, ആങ്കറാണ്, ഡാൻസറാണ്. ശരിക്കും ഇങ്ങനെ ടൈം കിട്ടാം? ആക്ച്വലി ഞാൻ പഠിച്ചത് ജേർണലിസമാണ്. ജേർണലിസത്തിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ട്രെയിൻഡാണ്. അപ്പോൾ എനിക്ക് ഡാൻസിലേക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ കലാപരമായിട്ട് ഉള്ള വേറെ കാര്യങ്ങളും കൂടി അതിനോടൊപ്പം ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജേർണലിസം ഉണ്ട്, ഡാൻസറാണ്, അതുപോലെ ആങ്കറിങ്. ഒരുപാട് ചാനൽസിൽ ഞാൻ ആങ്കറായിരുന്നു. ഇതുപോലെ ഞാനൊരു ഇൻ്റർവ്യൂറും ആയിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ്ങിലേക്ക് കടന്നു, ഒരു മൂവി ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയി ആക്റ്റീവായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഈ ജേർണലിസം പഠിച്ചെങ്കിലും ഏറ്റവും കൂടുതലും അതിൽ നിൽക്കാണ്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. കാരണം എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് അല്ലേ ജേർണലിസം പഠിച്ചിട്ട് ഒരു ജേർണലിസ്റ്റ് ആവാതെ. എന്നാൽ ഫാമിലി പൊളിറ്റീഷ്യൻസ് അല്ലേ ഇൻക്ലൂഡഡ് ആണ്. സോ എന്താ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? അതായത് എനിക്ക് ജേർണലിസം ഇഷ്ടമായിരുന്നു, ഇപ്പോഴും സത്യം പറഞ്ഞാൽ ജേർണലിസം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ആക്ടിങ്, ആങ്കറിങ്, ഡാൻസിങ് അങ്ങനെ മറ്റ് കലാപരമായ കാര്യങ്ങളോടും കൂടി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജേർണലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എല്ലാത്തിനും സമയം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഓരോ ദിവസം ഓരോ ഷിഫ്റ്റ് ആയിരിക്കും, ഓരോ ടൈമിംഗ് ആയിരിക്കും. പിന്നെ ഷിഫ്റ്റ് കഴിഞ്ഞുള്ള ടൈമിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമുക്കങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റാത്ത 24 hours നമ്മൾ ജോബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ടൈപ്പ് ഒരു ജോബാണ് ജേർണലിസം. അപ്പോൾ എനിക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഡാൻസ്, അതുപോലെ ആക്ടിങ്, അങ്ങനെ മറ്റ് ഫിലിം മോഡലിങ് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഈവൻ ഒരു ഫോട്ടോഷൂട്ടിന് പോലും ചിലപ്പോൾ സമയം കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ഈ ഫീൽഡിൽ നമുക്ക് എന്തോരം പോകാൻ പറ്റും, എത്രത്തോളം സാധിക്കുമെന്നൊന്ന് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു യങ് ഏജിലാണല്ലോ നമുക്ക് ഈ ഒരു ഫീൽഡൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജേർണലിസം ഇപ്പോൾ തൽക്കാലം അങ്ങനെ അത് ഉപേക്ഷിച്ചു എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു യങ് ഏജിലൊക്കെ ആണല്ലോ നമുക്ക് ഈ മോഡലിംഗ് ആണെങ്കിലും ഈ ഒരു ഫീൽഡൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ആ ഫീൽഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, എത്രത്തോളം അതിൽ പോകാൻ പറ്റും എന്ന് നോക്കാം എന്നുള്ളൊരു ട്രൈ ചെയ്യാം എന്നുള്ളൊരു, സത്യം പറഞ്ഞതൊരു റിസ്ക് ആയിട്ട്. കാരണം ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും പറഞ്ഞു ജോബൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഉള്ള ഫീൽഡിലേക്ക് പോകണോ എന്ന് പലരും ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ റിസ്കുകൾ എടുക്കുന്ന ഒരാളാണ്. റിസ്ക് എടുക്കാൻ മടിയോ പേടിയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ കുറച്ച് നാൾ മറ്റ് ഫീൽഡുകളിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ള നിലയിൽ പിന്നെ ആങ്കറിങ്ങിലേക്ക് വന്നു. പിന്നെ അങ്ങനെ അവിചാരിതമായ ആക്ടിങ്ങിനൊരു അവസരം കിട്ടി. 9 Months കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ആ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്തത് ആരായിരുന്നു? ശരിക്കും എങ്ങനെ ആ മൂവിയിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാൻ അതിൻ്റെ ഇടയിൽ ആഡ്സിൽ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഡ് ഷൂട്ടിൻ്റെ ഇടയിൽ ടിനി ടോം ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചു. ആ സമയത്താണ് ഈ ഒരു മൂവി കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയം. അപ്പോൾ എന്നെ ടിനി ചേട്ടനാണ് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവരെൻ്റെ ഫോട്ടോസും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കും എൻ്റെ ക്യാമറയുടെ മുന്നിലുള്ള എൻ്റെ പ്രസൻറ്റേഷനും എല്ലാം നോക്കിയിട്ട് അവരെന്നെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ മൂവിയിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്.
ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് മൂവീസൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരുപാട് റിസ്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പം കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയ റിസ്കിലൂടെയാണ് അല്ലേ? കാരണം ഒത്തിരി പേരുകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി എനിക്ക് സൈബർ ബുള്ളിങ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് റിനി എന്ന് പറയാം. ശരിക്കും ആ ഒരു ജേണി എങ്ങനെ തരണം ചെയ്തു? സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജേർണി ഭയങ്കര ടഫായിട്ടുള്ള ജേർണിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ സമൂഹത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ബോധ്യമുള്ള ഒരാളാണ്. അതായത് ഒരു പെൺകുട്ടി വന്ന്, ഒരു സ്ത്രീ വന്ന് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു സമൂഹമല്ല, അല്ലെങ്കിൽ എല്ലാവരും എന്നല്ല, പക്ഷെ ഒരുപാട് പേര് അതിനെ കളിയാക്കാൻ. ഇപ്പോൾ ഒരു പുരുഷൻ വന്ന അഭിപ്രായം പറയുമ്പോൾ, ഈവൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, ഒരു പുരുഷൻ അഭിപ്രായം പറയുമ്പോൾ ആളുകൾ എതിർത്ത് പറഞ്ഞാൽ പോലും പുരുഷൻ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ് സമൂഹം കാണുന്നത്. പക്ഷെ ഒരു സ്ത്രീ അഭിപ്രായം പറയുമ്പോൾ, അതിപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും, ഇപ്പം നമുക്കറിയാം ചില കൊച്ചുകുട്ടികളെ പോലും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുന്നതും ഒരു അഭിപ്രായം പറയുന്ന സ്ത്രീയൊക്കെയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വില്ലത്തികൾ എന്ന് പറയുന്നത്, തൻ്റേടികൾ എന്ന് പറയും. അതേസമയം ഒരു റേപ്പ് ചെയ്യുന്ന ഒരാൾക്കോ ഒരു കൊലപാതകിക്കോ പോലും കിട്ടാത്ത അത്രയും കുത്തുവാക്കുകളും ചീത്ത വിളികളുമാണ് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ നമ്മൾ സ്ത്രീകൾ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ചെറുപ്പം തുടങ്ങി ഞാൻ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ഒക്കെ പലരും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാനിതൊക്കെ ഫേസ് ചെയ്ത്, എൻ്റെ കോളേജ് ലൈഫിലാണെങ്കിലും ഒക്കെ ഇതൊക്കെ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഞാനായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള, അവർക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏക തെറ്റെന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി മോഡേണായി ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ഞാനൊരാളെ ദ്രോഹിച്ചിട്ടില്ല. ഞാനൊരാളെ മനഃപൂർവ്വം ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉടനീളം ഞാൻ മനഃപൂർവ്വം ഒരാളെയും ദ്രോഹിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഈവൻ ഞാൻ ഈ ഒരു കോൺട്രവേഴ്സിയെക്കുറിച്ച് ഉണ്ടായൊരു സംഭവത്തിൽ പോലും ഞാൻ ആരുടെയും പേര് പറഞ്ഞോ, ഏതെങ്കിലും പാർട്ടിയെ പറഞ്ഞോ, അങ്ങനെ ഒന്നും ഞാൻ ആരെയും ദ്രോഹിക്കാത്തൊരു വ്യക്തിയാണ്. എന്നിട്ടും ഒരുപാട് കുത്തുവാക്കുകൾ ചെറുപ്പം തുടങ്ങി കേൾക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ ബോൾഡാണ്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പേടിക്കുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടിയെ ഈ സമൂഹം പൊതുവിൽ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ പല ആൾക്കാരും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിൽ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളപ്പോൾ എങ്ങനത്തെ ഡ്രസ്സസൊക്കെ ആയിരിക്കും നമ്മൾ വേറെ ഉണ്ടെന്ന് അല്ലേ? നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെയുള്ള പേരായിരിക്കും അവർ വിളിക്കുക. അപ്പം അങ്ങനെയൊക്കെ കണ്ടു വരുമ്പോൾ എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നുമ്പോൾ ശരിക്കും ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നാണ് തോന്നിയിട്ടുള്ളത്? പ്രതികരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ആരുടെ അടുത്തും പോയിട്ട് നേരിട്ട് പോയിട്ട് ഞാനിങ്ങനൊരു വസ്ത്രം ഇടാൻ പാടില്ലേ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. പക്ഷേ എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രത്തിലൂടെ തന്നെയാണ്. അതൊരു തരം പ്രതികരണം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ ഇങ്ങനൊരു ഡ്രസ്സ്, ഈ ഒരു ഷോൾഡർ സ്റ്റൈൽ, ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മനസ്സിലായില്ലേ? എനിക്കൊരു ചുരിദാർ ഇട്ടിട്ട് വരാമായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന് നിൽക്കുന്ന സമയത്ത് റിനി പറയുന്ന അഭിപ്രായങ്ങൾക്കൊരു വില കിട്ടണമെങ്കിൽ റിനി ഒരു ചുരിദാറോ അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകാവൂ എന്ന് ഈവൻ ഫ്രണ്ട്സും ഈവൻ റിലേറ്റീവ്സ് പോലും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വസ്ത്രങ്ങളല്ല എന്നെ തീരുമാനിക്കേണ്ടത്. എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ചോയ്സാണ്. ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് കരുതിയിട്ട് ഇതെൻ്റെ ഒരു തരം പ്രതികരണമാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിടാം, പക്ഷെ ഇതെൻ്റെ ഒരു പ്രതികരണമാണ്. ഞാൻ എന്ത് വസ്ത്രം ഇടുന്നു എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അപ്പോൾ എത്ര നിങ്ങൾ എന്നെ അപമാനിച്ചാലും എത്ര കുത്തുവാക്ക് പറഞ്ഞാലും ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന, എനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കും, എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. അതാണ് എൻ്റെ ഡിസിഷൻ. അപ്പോൾ ഇതൊരു തരം പ്രതികരണം തന്നെയാണ്. ശരിക്കും അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ പല ആൾക്കാരുടെ നമുക്ക് ആർക്കും ബേസിക്കലി വാടപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ചില ആൾക്കാരുടെ ഒരു ശൈലി എന്ന് പറയാം. അപ്പോൾ ഈ കോൺട്രവേഴ്സീസ് വന്ന സമയത്ത് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫാമിലിയിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ബോൾഡായിട്ടുള്ളൊരു മകളാണ്. അപ്പം എങ്ങനെയായിരുന്നു ഫാമിലി? അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കാരണം മുന്നോട്ട് പൊക്കോ, ഞങ്ങൾ ഉണ്ടെന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ വേണ്ട എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എൻ്റെ ഫാമിലി പൊതുവേ എന്നോട് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അതായത് അവരൊരിക്കലും ഞങ്ങൾ ഒരു സ്വാതന്ത്ര്യം നിനക്ക് തരുന്നു എന്ന് ചിന്തിക്കുന്നവരല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സ്വാതന്ത്ര്യം
സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യം തന്നു എന്ന് പോലും അവരെന്നോട് പറയാറില്ല. അത്രയും മോഡേൺ ആയിട്ടുള്ള പൊതുവെ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ, പേരൻസ് സ്വാതന്ത്ര്യം തന്നോ അല്ലെങ്കിൽ ഭർത്താവ് സ്വാതന്ത്ര്യം തരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് എൻ്റെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ വളരെ സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവരൊരിക്കൽ പോലും അതിൽ നിന്ന് പിന്മാറണം, എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും പല പെൺകുട്ടികൾക്കും ഞാൻ കാരണം ഒരു രക്ഷ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായി എടുത്തിട്ട് വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു വധഭീഷണി പോലും ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് 2 പേര് വന്നിട്ട്, ഒരാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ വരെ വധഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ പോലും വലിയൊരു സപ്പോർട്ടാണ് എൻ്റെ പേരൻസ് എനിക്ക് തന്നിട്ടുള്ളത്. അവരൊരിക്കൽ പോലും നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവൾക്ക് അവളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അത് ഈ സമൂഹത്തിൽ ഇത്രയും മോഡേൺ ആണെന്ന് പറഞ്ഞിട്ട് പോലും ആ സമൂഹത്തിൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും വധഭീഷണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലേ, നമുക്ക് ചില ആൾക്കാർ പിന്മാറാറുണ്ട് അല്ലേ, ഒന്നും വേണ്ട നിർത്താം എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും ത്രെട്ടനിങ് ഏത് സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ശരിക്കും ഈ മെസ്സേജൊക്കെ കാണാറുണ്ടോ? മെസ്സേജസും കമന്റ്സും ഒക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അങ്ങനെ കോൾസ് ഒന്നും അങ്ങനെ ഭീഷണിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനതങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് റീസെൻ്റ്ലി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു ഭീഷണിയാണ് ഉണ്ടായത്. അതുകൊണ്ടൊന്നും ഞാനങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനങ്ങനെ പ്രത്യേകിച്ച് എന്നോടൊരാൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്നോട് എതിർത്ത് പറയുമ്പോൾ ഒക്കെ ഭയപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ല. ഞാൻ പൊതുവെ വീക്കാവുന്നത് സ്നേഹിക്കുന്നവരുടെ മുന്നിലാണ്. ശത്രുക്കളുടെ മുന്നിൽ വീക്കാവുന്ന ഒരാളല്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ പറ്റില്ല. ഞാൻ അതിജീവിതകൾക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. അത് ഞാൻ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് അതിജീവിതകൾക്ക് വേണ്ടി, അത് ഏത് കേസിലാണെങ്കിലും ജെനുവിൻ ആണെന്ന് നമുക്കറിയാമെങ്കിൽ, ജെനുവിൻ കേസാണെന്ന് നമുക്കറിയാമെങ്കിൽ അതിജീവിതകൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതിനിപ്പോൾ എന്നെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ അതിനും ഞാൻ ഓക്കെയാണ്. കാരണം ഇത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചോളാമെന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ മരിക്കാനുള്ള സമയത്ത് നമ്മൾ മരിക്കും. ഈ പറയുന്ന ധൈര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഒറ്റത്തവണയെ മരണം ഉണ്ടാവുള്ളൂ. വീടുകൾ ദിവസവും മരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, ഇപ്പം പറഞ്ഞ പോലെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ. ഇന്നും ഒരു മരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി നടത്തുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ശരിക്കും നീതി കിട്ടിയില്ല എന്ന് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനും പറയാണ്, ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അപ്പം നമുക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആ അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണ അർത്ഥത്തിലും ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. അത് ഈ കേസിലും അതുപോലെ ജനുവിനായ എല്ലാ കേസുകളിലും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പലരും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. പരാതി കൊടുത്താൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈവൻ നമുക്ക് എവിടെ ചെന്നാലും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അവൾ അനുഭവിക്കുന്ന ട്രോമ, അവരുടെ വീട്ടുകാർ അവരെല്ലാവരും അനുഭവിക്കുന്ന ട്രോമ, ആ ട്രോമയെ തരണം ചെയ്ത് അവർ കോടതിയിലേക്ക് നീതി തേടി വരുമ്പോൾ അവിടെ വിചാരണ സമയത്ത് നേരിടുന്ന അവരുടെ അവസ്ഥ, അതിനുശേഷം എൻഡിലെത്തുമ്പോൾ ഈവൻ നീതിന്യായ വ്യവസ്ഥ പോലും നീതി തരുന്നുണ്ടോ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ പരാതി കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. പലപ്പോഴും ഈ നീതിന്യായ സംവിധാനങ്ങളൊക്കെ പ്രതിയെ വെള്ളപൂശാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതായി മാറുകയാണ്, അങ്ങനെയായി മാറുകയാണ് എന്നുള്ളൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി, ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് വളരെ പ്രശസ്തയായ, വളരെ ഇൻഫ്ലുവൻഷ്യലായ, സമൂഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ അതിജീവിത എന്ന് ആലോചിക്കുന്നത്. ആ സ്ത്രീക്ക് പോലും പൂർണ്ണമായ നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അവരൊരു പരാതിയുമായി ചെന്നാൽ അവരുടെ അനുഭവം എന്തായിരിക്കും? അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ പെൺകുട്ടികൾക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര കേസുകൾ, ഇപ്പം നമ്മൾ കാണുന്ന ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്, എത്ര കേസുകളിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നുണ്ട്? ഇതൊക്കെ കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് പ്രതി ഉന്നതനാണെങ്കിൽ
സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേസായി പോകുക എന്നുള്ളത്. അവർ അട്ടിമറിക്കുമോ എന്തായിരിക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതി ഉന്നതനാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ പരാതികളായിട്ട് മുന്നോട്ട് വരാൻ മടിക്കുന്നത്. റിനി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ എന്തോരം ത്രട്ടണിങ് ഉണ്ടാവുമെന്ന്? ഇല്ല, ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കൊരു അനുഭവം ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ സ്വാഭാവികമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു ടങ് സ്ലിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയതാണ്. എന്നിട്ട് ഞാൻ അനുഭവിക്കുന്നത് കാണുന്നില്ലേ എന്തുമാത്രം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പേര് പറഞ്ഞ് പരാതിയായിട്ട് പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ വിഷയം മീഡിയാസ് എല്ലാം ചർച്ച ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ സേഫാണെന്ന് പറയാം. എന്നാൽ പോലും പിന്നീട് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരാതിയായിട്ട് മുന്നോട്ട് പോവാന്ന് പറയുന്ന ഭയപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നത് എന്നാൽ പോലും അതിജീവിതകൾ, ഈ കേസിലൊക്കെ ഒരുപാട് അതിജീവിതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തിയായിട്ട് നിൽക്കണം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഹൂളിഗൻസ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇതിൽ വിഷമിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ മനുഷ്യരും മോശമാണെന്നല്ല. ഒരുപാട് പേര് ഇതൊക്കെ കണ്ട് വിഷമിക്കുന്നവരുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല മനസ്സുള്ള ആൾക്കാർ ഒന്നിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ട് ഇതിനെതിരൊന്നും ഫൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കള്ളന്മാരാണ് ഇതൊക്കെ അട്ടിമറിച്ച് വിജയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈവൻ പാലക്കാട് ഉണ്ടായ ഒരു കേസ് നമുക്കറിയാം. അതിൽ 2 പേരെ കൊന്ന് പോയൊരു പ്രതി പിന്നീടും കൊലപാതകങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സാധാരണക്കാരെ എവിടെയാണ് നീതി തേടി പോകുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഷ്ടന്മാരായ വ്യക്തികൾ അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോകും എന്നുള്ളതിലൊട്ട് ഒരു സംശയമില്ല. ഇപ്പോൾ സൈബർ മേഖലയിൽ അഴിഞ്ഞാടുകയാണ്, ഇനി നിരത്തിലും ഇറങ്ങി അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇപ്പം നമുക്ക് പറയുമ്പോൾ 2 കാറ്റഗറിയിലും പറയണം. നമ്മളിപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരുടെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഈവൻ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അവർ 2 പേരുടെ കൺസെൻറ്റ് ഉണ്ടായിട്ട് ഫിസിക്കൽ റിലേഷനിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് അവർ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ എല്ലാം പുരുഷന്മാരുടെ തലയിലാവുന്നത്? അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബ്രെയിനി അതിന് ഒരു ഉത്തരം തരാം ശരിക്കും? അതിനകത്ത് ഈ കൺസെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൺസെൻ്റ് പലതരത്തിലുണ്ട്. അതായത് കൺസെൻ്റ് എന്ന് പറയുന്ന യാതൊരു വിധത്തിലുമുള്ള ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്തൊരു കൺസെൻ്റ് ആയിരിക്കണം. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ അവർ ഇങ്ങനെ ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി മാത്രം കണ്ടുമുട്ടുന്നതായിരിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ പല ആവശ്യങ്ങൾ നിറവേറ്റി തരാമെന്ന് പറയും. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം, ഒരു റോള് തരാം, അല്ലെങ്കിൽ ഒരു അവസരം തരാം, ട്രാൻസ്ഫർ തരാം, വിവാഹം കഴിക്കാം. ഇങ്ങനെയുള്ള കൺസെൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് മാനിപ്പുലേറ്റഡ് കൺസെൻസ് എന്ന് പറയാം. ഈ കൺസെൻറ്റ് തന്നെ പല രീതിയിലുണ്ട്. അതിൽ ഫോഴ്സ്ഡ് കൺസെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ 2 പേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. അപ്പോൾ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് ഈ രീതിയിലേക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഈ കൺസെൻ്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പം നമ്മൾ 2 പേര് തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 2 പേരും ഈ മുറിയിലിരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ ചുറ്റും പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, അവരങ്ങനെ ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തിൽ നമ്മൾ ഒരാളുടെ മുറിയിൽ പോകുമ്പോൾ അയാൾ ആ വിശ്വാസത്തിനെ തകർത്ത് ഒരു ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ്ഡ് സെക്സ് ഉണ്ട്, മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ കൺസെൻ്റ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലവേഴ്സ് ഒരു മുറിയിൽ പോയി ഇരിക്കുന്നതോ സ്വകാര്യമായി ഇരിക്കുന്നതോ ഒക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഡേറ്റിംഗ് ഉണ്ട്, വിവാഹത്തിന് മുൻപ് പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് പലരും വിവാഹം കഴിക്കുന്നത്. അങ്ങനെ പഴയ കാലമല്ല. ഒരു പെൺകുട്ടി മുറിയിൽ പോയാൽ ഇതിന് മാത്രമാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടി വേറെ രീതിയിലായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷെ കാര്യങ്ങൾ വേറെ രീതിയിലായിരിക്കും നടക്കുന്നത്. അതുപോലെ ചില കേസിൽ സംഭവിക്കുന്നത് ഇവർ കൺസെൻറ്റോടുകൂടി സെക്ഷൽ റിലേഷൻ ഉണ്ടായതിന് ശേഷം ഒരു അറ്റാക്കിങ്, അതായത്
എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുക, തല്ലുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ സെക്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പരാതി എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് എടുത്തെടുത്ത് ഓരോന്നും പരിശോധിക്കണം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അതായത് ലൈക്ക് പരാതി പറയാൻ പാടില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ എവിടെയാണ്? 2 പേർ തമ്മിൽ ഒരുമിച്ച് തീരുമാനിച്ച് അതിൽ യാതൊരു മാനിപ്പുലേഷനും ഇല്ലാതെ അവർ തമ്മിലൊരു സെക്ഷൽ ബന്ധം ഉണ്ടായതിന് ശേഷം അത് ഉപദ്രവിച്ചതാണ് അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ എന്നെ ചെയ്തതാണ് എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് തെറ്റായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ്, ഫോഴ്സ്ഡ് സെക്സ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി മുറിയിൽ പോയി എന്ന് കരുതി ഇതിനായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിനെ നമുക്ക് പരാതിപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയുന്നത്, സംസാരിച്ചിരിക്കുന്നത്, ഈവൻ ഡ്രിങ്ക്സ് കഴിക്കുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. ആ സമയത്ത് ഒരു അറ്റാക്ക് ഉണ്ടായാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യും? അവിടെ ഒരു നീതി വേണ്ടേ? അതൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി ആ രീതിയിലും കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിന്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ നേരത്തെ പറയുന്ന ഡേറ്റിംഗ് ഉണ്ട്, ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. ശരിക്കും ഈ ഡേറ്റിംഗ് ആപ്സിലേക്ക് നടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളല്ല. ഇപ്പോൾ ലിവിങ് ടുഗദർ ശരിക്കും വിവാഹത്തിന് മുമ്പ് 2 പാർട്ട്നേഴ്സ് തമ്മിൽ ലിവിങ് ടുഗദറിലായിട്ട് അത് അവർക്ക് വേണമെങ്കിൽ മാത്രം ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കൺസെപ്റ്റിനോട് പേഴ്സണലി ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം പണ്ടില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. സോ 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സെപ്പറേറ്റ് ആവാം. ആ ഒരു കൺസെപ്റ്റിനോട് റിനി യോജിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. എൻ്റെ കൺസെപ്റ്റ് എന്നുള്ളതല്ല, അതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം താല്പര്യമില്ല, വിവാഹത്തിന് ശേഷം മതി എന്ന് തോന്നുകയാണെങ്കിൽ അതും ശരിയാണ്. മറ്റൊരാൾക്ക് തോന്നുകയാണല്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധത്തിലൂടെ വിവാഹത്തിലേക്ക് പോയാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ അതും ശരിയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ഈ പ്രണയത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷനിൽ വരും, കല്യാണം കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഒക്കെ പോകുന്നതാണ് അവിടെ പ്രശ്നം പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരാളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് അതിനെ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എല്ലാവരും അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അറിയാത്ത ഒരാളെ, ഒരു പരിചയമില്ലാത്ത ഒരാളെ, വിശ്വാസമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ ഇപ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായിട്ടും അവർ കുറച്ച് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കണം എന്ന് കരുതുന്ന ആ കോൺസെപ്റ്റിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ആ കോൺസെപ്റ്റിന് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിലായിട്ട് വിവാഹമൊക്കെ കഴിക്കാം, നമുക്കൊന്ന് ഒന്നിച്ച് കുറച്ച് നാൾ ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയുമ്പോൾ അത് ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കരുതുന്ന രീതിയിലുള്ള ആളുകളും ഉണ്ട്. അതും നമ്മൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ. നമ്മുടെ സമൂഹം ഇപ്പോഴും വലിയ മോഡേൺ ആയിട്ടില്ല. അതായത് നമ്മുടെ സമൂഹം അതിനനുസരിച്ച് മോഡേൺ ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി അത്തരത്തിലൊരു ലിവിങ് ടുഗദർ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് അയാളെ മനസ്സിലാക്കാം എന്നൊക്കെ കരുതി ഒരു റൂമിൽ പോകുന്നു, ഏതെങ്കിലും വിധത്തിലൊരു ഫോഴ്സ്ഡ് സെക്സിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം ഒപ്പം കൂടെ നിൽക്കില്ല. ഈവൻ നമുക്കൊരു നീതി പോലും ഒരു നീതി പോലും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് സ്ത്രീകൾ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം കുറ്റം പറയുമ്പോൾ കല്ലെറിയുന്നത് മുഴുവനും അത് സ്ത്രീകളെ തന്നെ ആയിരിക്കും. അതൊന്ന് ആലോചിക്കുന്നത് പൊതുവെ നല്ലതാണ്.